മക്കളെ, LCM ആൻഡ് HCF എന്ന ചാപ്റ്ററിൻ്റെ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എന്താണ് LCM എങ്ങനെ മനക്കണക്കായി കണ്ടുപിടിക്കാമെന്നൊക്കെ പഠിച്ചു അല്ലേ? നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടല്ലോ. അത് കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡും അതുപോലെ ഈ തേർഡ് പാർട്ടും കാണാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് പാർട്ട് വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അല്ലേ? ഇനി LGSന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ചില ഭാഗങ്ങൾ വേണ്ട. ഞാനത് എന്താണെന്ന് നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ പറഞ്ഞോളാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം LGSന് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ ചില ഭാഗങ്ങൾ വേണ്ട. അപ്പം ഞാനത് ക്വസ്റ്റ്യൻ പറയുമ്പം LGSകാർക്ക് വേണ്ടാത്തത് ഏതാണെന്ന് പറഞ്ഞോളാം. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ LGSന് വേണം എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ലെങ്കിൽ LGSന് വേണം. ഇനി ഞാൻ വേണ്ടാത്ത ചില ടൈപ്പുകളുണ്ട്, അപ്പോൾ അത് വേണ്ട എന്നെടുത്ത് പറഞ്ഞോളാം കേട്ടല്ലോ. ഓക്കെ, ബാക്കി 10th 12th ഡിഗ്രി അതിനൊക്കെ LP UP ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ബാക്കി എല്ലാം കാണണം. അവർക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല. LGS പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGS ഇനി വരുന്ന LGS പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് കുറച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അപ്പം നമുക്ക് ഒരു ധാരണയുണ്ട് കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങൾ. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട, ബാക്കിയുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. ശരി, അപ്പം മുന്നോട്ട് പോവാം. ശരി, നമ്മുടെ അടുത്ത ടൈപ്പ് നാലാമത്തെ ടൈപ്പാണ്. ഇത് എല്ലാത്തിനും പഠിക്കുന്നവർക്ക് വേണം, LGSകാരും വേണം കേട്ടോ ഈ ടൈപ്പ് 4. മക്കളെ, ചോദ്യം ഇതാണ്: 2 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് 32ന് താഴെ? അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. 32ന് താഴെയുള്ള മക്കളെ, 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 6 ആണ്. 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യ 12 ആണ്. 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യ 18 ആണ്. കണ്ടോ? അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആണ്. ബാക്കിയുള്ള സംഖ്യകൾ LCMൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM. ബാക്കിയുള്ള സംഖ്യകൾ LCMൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യ ഉണ്ടെന്നറിയാൻ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് 32ന് താഴെ എന്ന് നോക്കിയാൽ മതി. 32ന് താഴെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്നറിയാൻ 32/6 ചെയ്താൽ മതി. ശരിയാണോ മക്കളെ? സോ നമുക്ക് ആൻസർ 5 എണ്ണം എന്ന് കിട്ടും. അല്ലെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 32ന് താഴെയുള്ളതാണ്. വെറുതെ എണ്ണി നോക്കിയാലും മതി. 6, 12, 18, 24, 30. കണ്ടോ? അപ്പം 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 5 സംഖ്യകളുണ്ട് 32ന് താഴെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് 32ന് താഴെ എന്ന. 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 6 ആണ്. ബാക്കി സംഖ്യകൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 32ന് താഴെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് പറയാൻ 32നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഹരണഫലം മാത്രം എടുത്താൽ മതി. 5 എണ്ണം സംഖ്യകൾ കാണും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം. മക്കളെ, 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാവുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 24 ആണ്. 6ൻ്റെ 8ൻ്റെ LCM 24. അപ്പോൾ 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയി 24 ആണ്. ബാക്കിയുള്ള സംഖ്യകൾ 24ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 24, 48, 72 എക്സെട്ര. ഒന്നുകൂടെ പറയട്ടെ. 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 24 ആണ്. ബാക്കിയുള്ള സംഖ്യകൾ 24ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് 550ന് താഴെ എന്ന് ചോദിച്ചാൽ 550ന് താഴെ 24ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി.
സോ 550/24 ചെയ്താൽ അറിയാം 550 താഴെ 24ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന്. 24ന്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ അതിന്റെ LCM, ബാക്കിയുള്ള സംഖ്യകൾ LCMന്റെ മൾട്ടിപ്പിൾസ് ആണോ? അപ്പം 550 വരെ 24ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര സംഖ്യകളുണ്ടോ അതിനെയെല്ലാം 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാം. സോ 550/24 ചെയ്യുമ്പം നമുക്ക് വെട്ടി ചെറുതാക്കി അങ്ങ് ചെയ്യാം അല്ലെ. 24 55ൽ 2 തവണ 48 വരെ, ബാക്കി ശിഷ്ടം 7 70ൽ 2 തവണ 48 വരെ. സോ 22 എണ്ണം എന്ന് കിട്ടും. 22 എണ്ണം. ക്ലിയർ അല്ലേ? ഹരണഫലം മാത്രം എടുത്താൽ മതി, ശിഷ്ടം മൈൻഡ് ചെയ്യണ്ട. അപ്പൊ 550 വരെ 24ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് അറിയാൻ 550/24 ചെയ്തു. 22 എണ്ണം ഉണ്ട്. ഇനി 24ന്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM 24 ആണ്. ബാക്കിയുള്ള സംഖ്യയിൽ 24ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് അറിയാൻ 24ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് 550 താഴെ എന്ന് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം ഇതാണ്. 4, 8 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. 4 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 8 ആണ്. ശരിയല്ലേ? ബാക്കിയുള്ള സംഖ്യകൾ 8ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ആണോ? അപ്പം 4 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കാണാൻ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ നോക്കിയാൽ മതി. ഇത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 96 ആണ്. ഇതിനെ 4 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ 3, 6, 9 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 3 കൊണ്ടും 6 കൊണ്ടും 9 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ചോദിച്ചേക്കുന്നത്. 3ന്റെയും 6ന്റെയും 9ന്റെ LCM 18 ആണ്. ആണോ? അപ്പം 3 കൊണ്ടും 6 കൊണ്ടും 9 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 18. ബാക്കിയുള്ള സംഖ്യകൾ 18ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ആണോ? നമുക്ക് വേണ്ടത് 18ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ്. ഏതാ മക്കളെ? 108. 108 18ന്റെ മൾട്ടിപ്പിൾസാ. 18, 36. 18ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 18, 36, 54, 72, 90, 108, 126. ഇത് നമ്മൾ പഠിക്കേണ്ടി വരും. എവിടെയാണെന്നറിയാവോ? ട്രെയിനിൻ്റെ കണക്കുകൾ പഠിക്കുമ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പഠിക്കണം. അപ്പോൾ 18, 36, 54, 72, 90, 108, 126 എന്നിവ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ 18ന്റെ മൾട്ടിപ്പിൾസ് അറിയാവുന്നത്. ഓക്കെ, അപ്പം 108 ആണ് മക്കളെ 18ന്റെ മൾട്ടിപ്പിൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 3, 6, 9 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 3 കൊണ്ടും 6 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM, ബാക്കി സംഖ്യകൾ LCMന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 18ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ വേണം. അത് 108 ആണ്. നിങ്ങളും പഠിച്ചോ? ഇനി ആവശ്യമുള്ളതാണ് 18, 36, 54, 72, 108, 126. ശരി, നെക്സ്റ്റ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം 108 ആണ് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6, 12, 14 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതൊക്കെയാ മക്കളെ? 6, 12, 14. യെസ്, ഇതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കാണണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം 6, 12, 14ന്റെ LCM കാണാം. 6ന്റെയും 12ന്റെയും LCM 12. ഓക്കെ, ഇതും വെട്ടി. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ. 12ന്റെയും 14ന്റെയും LCM കാണണം. ഞാൻ സൈഡിലൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം. ആണോ? 12, 14 മക്കളെ 2 വെച്ച് ചെയ്യാം. ഇത് 6 തവണ, ഇത് 7 തവണ അല്ലേ? സോ എല്ലാം കൂടെ ഗുണിക്കണം. 12 × 7 84 എന്ന് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി 6ന്റെയും 12ന്റെയും 14ന്റെയും LCM 84. 6 കൊണ്ടും 12 കൊണ്ടും 14 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 84.
അപ്പോൾ ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ 84ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ആണോ? അപ്പം ആദ്യത്തേത് 84, അടുത്തത് 168, ഇങ്ങനെ പോകും. ക്ലിയർ അല്ലേ? 6, 12, 14 ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM ആയിട്ടുള്ള 84. ബാക്കി സംഖ്യകൾ 84ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പം നമ്മുടെ ചോദ്യം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതെന്നാണ് ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 84ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 84ൻ്റെ മൾട്ടിപ്പിൾ. കാരണം 84ൻ്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് 6 കൊണ്ടും 12 കൊണ്ടും 14 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പം 6 കൊണ്ടും 12 കൊണ്ടും 14 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കാണാൻ പറഞ്ഞാൽ 84ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. 999 അല്ലേ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നേ. ഇതിനെ ഞാൻ 84 കൊണ്ട് ഹരിക്കുവാണേ. 84 കൊണ്ട് ഹരിക്കുക 999നെ. ഒരു തവണ 84, ശരിയാണോ മക്കളെ? ബാക്കി 15ഉം 9 എടുത്തേരി. ഓക്കെ, വീണ്ടും ഒരു തവണ വരും. ആണോ? സോ 84 കുറയ്ക്കുമ്പം നമുക്ക് 75 എന്ന് കിട്ടും. അപ്പം എനിക്ക് മനസ്സിലായി 999നെ 84 കൊണ്ട് ഹരിക്കുമ്പം ഈ 75 ബാക്കി വരും, മിച്ചം വരും അല്ലേ? ആ ബാക്കി വരുന്ന 75 999 നിന്ന് ഞാൻ അങ്ങോട്ട് കുറച്ചാൽ എനിക്ക് 924 എന്ന് കിട്ടും. ഇത് 84ൻ്റെ മൾട്ടിപ്പിളാണ് മക്കളെ. ഞാൻ 999നെ 84 കൊണ്ട് ഹരിച്ചപ്പം 11 തവണ പൂർണ്ണമായി അടങ്ങും. ഒരു 75 ബാക്കി വരുന്നുണ്ട്. ഈ ശിഷ്ടം വരുന്ന 75 ഞാൻ ഇതിൽ നിന്ന് അങ്ങ് കുറച്ചാൽ 999 മൈനസ് 75 924 എന്ന് കിട്ടും. 924 ഇത് 84ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? ഇതല്ലേ ബാക്കി വന്നത്. 999 കുറച്ചാൽ 924 കിട്ടും. അത് 84ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 84ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 924 അതിനെ 6 കൊണ്ടും 12 കൊണ്ടും 14 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 924 എന്നാണ്. യെസ്, ചെയ്ത രീതി ഒന്നുകൂടെ പറയട്ടെ മക്കളെ. ഓക്കെ, അതായത് ചോദ്യം 6, 12, 14 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നത് 6, 12, 24, 14 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിച്ചു. അത് അതിൻ്റെ LCM ആയിട്ടുള്ള 84. ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ 84ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ആണോ? അപ്പം നമുക്ക് വേണ്ടത് 84ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അതിന് ഞാൻ ചെയ്യുന്നത് 999നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു തവണ 84, ബാക്കി ശിഷ്ടം 15, 9 ഇറക്കി എഴുതി. ഒരു തവണ 75 ബാക്കി വന്നു. 999നെ ഞാൻ 84 കൊണ്ട് ഹരിക്കുമ്പം 75 ശിഷ്ടം വരുന്നുണ്ട്. എനിക്ക് കിട്ടിയ ശിഷ്ടം ആ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ പിന്നെ അത് 84ൻ്റെ മൾട്ടിപ്പിളായി മാറുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി 924 84ൻ്റെ മൾട്ടിപ്പിളാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. ഇതിനെ 6 കൊണ്ടും 12 കൊണ്ടും 14 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ചെയ്തത് പക്കയാണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 16, 24, 36 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. 16, 24, 36 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ എല്ലാ LCM കാണാം. ഓക്കെ, 16ൻ്റെ 24ൻ്റെ LCM 48 ആണോ? 16ൻ്റെ 24ൻ്റെ LCM 48. 48ൻ്റെ 36ൻ്റെ LCM കാണണം. അതിന് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 36ഉം 48ഉം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യാം മക്കളെ. 18, 24 2 വെച്ച് 9, 12 3 വെച്ച് 3, 4 ആണോ? ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം നമുക്ക് 144 എന്ന് കിട്ടും. 144.
ഓക്കെ, 2×2×3×3×4, അതായത് 9×16 144 എന്ന് കിട്ടും. അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാ LCM 144 മനസ്സിലായി. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് 3 നേരെ ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 16ഉം 24ഉം നമ്മൾ ചെയ്തിട്ടുണ്ട്. 24ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 48, 48ൽ 16 അടങ്ങും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ LCM 48. പിന്നെ 48ഉം 36ഉം ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാത്രം ഫാക്ടറൈസ് ചെയ്തു. ഇങ്ങനെയല്ലേ ചെയ്യാറ്. നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ എല്ലാം കൂടെ ഫാക്ടറൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്ത് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ 144. ബാക്കിയുള്ള സംഖ്യകൾ 144ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ആണല്ലോ. നമുക്ക് വേണ്ടത് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്. ഓക്കെ, അപ്പം 144ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 4 അക്ക സംഖ്യ കാണണം. 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ 144ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 144ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കാണും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു. എനിക്കറിയാം മക്കളെ, 10,000 അല്ലേ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ആണ്. ഇതിനെ 144 കൊണ്ട് ഞാൻ ഹരിക്കാൻ തീരുമാനിച്ചു. 144 കൊണ്ട് അല്ലേ? എത്ര തവണ വരും മക്കളെ? 144 ഇൻറ്റു ഏകദേശം എത്ര തവണ വരും? 6 തവണ വരും അല്ലേ? 144 ഇൻറ്റു 6 ഏകദേശം 6 തവണ വരും. അപ്പോൾ എനിക്ക് 864 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 136. അപ്പം എങ്ങനെയാ? ഞാൻ 1000നെ 144 കൊണ്ട് ഹരിച്ചപ്പം എനിക്ക് 6 ഹരണഫലവും 136 ശിഷ്ടവും കിട്ടി. ആണോ? അപ്പം 6 ഹരണഫലം 136 ശിഷ്ടം. മക്കളെ, ഇവിടെ ഒരു 8ഉം കൂടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ 136 + 8 144. ഈ 136 ശിഷ്ടം വരില്ലായിരുന്നു. 136 ശിഷ്ടം വന്നു. 144ൽ നിന്ന് 136 കുറച്ചപ്പോൾ എനിക്ക് 8 കിട്ടിയില്ലേ? അപ്പോൾ ഒരു 8ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം വന്ന ശിഷ്ടം എത്രയാ? 136 ശിഷ്ടമായിട്ട് വന്നേ. ഒരു 8ഉം കൂടെ ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 136 ശിഷ്ടം വരുമായിരുന്നോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം 1008 എന്ന സംഖ്യ 144ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എത്രയാ മക്കളെ? 1008 എന്നുള്ളതാണ് ആൻസർ. ചെയ്ത രീതി ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. LGSകാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി സ്കിപ്പ് ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോഴേ നമ്മളതൊരു ഊഹത്തിന് പറയുന്നതാണ് കേട്ടോ. പഠിച്ചാൽ നല്ലതാണ്. സ്കിപ്പ് ചെയ്യാൻ പറയുന്നതും കൂടെ നോക്കിയാൽ നല്ലതാണ്. കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. 2ഓ 3ഓ ചോദ്യമൊക്കെ ടഫായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് മാർക്ക് പോകാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ വേണമെങ്കിൽ LGS പഠിക്കുന്ന കുട്ടികൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. 16, 24, 36 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കാണണം. അപ്പം ഞാൻ 16ഉം 24ഉം 36 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നതാവണം. അങ്ങനെയുള്ള ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആണ്. അപ്പം ഞാൻ അതിൻ്റെ LCM കണ്ടുപിടിച്ചു, 144 എന്ന് കിട്ടി. അപ്പോൾ 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 144. ബാക്കിയുള്ള സംഖ്യകൾ 144ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 16ഉം 24ഉം 36 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ കാണാൻ 144ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യകളാണോ നോക്കിയാൽ മതി. ശരി, നമുക്ക് ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ വേണം. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ നമ്മൾ 1000 ആണെന്നാണ് പഠിച്ചേക്കുന്നത്. ആണോ? ഈ 1000ത്തെ ഞാൻ 144 കൊണ്ട് ഹരിച്ചപ്പം എനിക്ക് ശിഷ്ടം 136 കിട്ടി. ഈ 144ൽ നിന്ന് 136 കുറച്ച 8 ബാക്കി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 8ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയും കൂടെ 144 ഇതിൽ പൂർണ്ണമായി അടങ്ങിയേനെ. 136 ശിഷ്ടം വരില്ലായിരുന്നു. ശരിയല്ലേ? കാരണം ഒരു 8ൻ്റെ കുറവുള്ള ഇനി 144 ആവാൻ 136 ബാക്കി വന്നിട്ടുണ്ട്. ഒരു 8ൻ്റെ കുറവാണ് ഉള്ളത് 144 ആവാൻ. അപ്പോൾ ഈ 1000ൻ്റെ സ്ഥാനത്ത് ഒരു 8ഉം കൂടെ ഉണ്ടായിരുന്നു. 1008 ആയിരുന്നെങ്കിൽ 144 കറക്റ്റ് അടങ്ങിയേനെ 7 തവണ അല്ലേ? അപ്പോൾ 144ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1008.
144 മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ 16 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 1008 ആണ്. ഓക്കെ ആണോ മക്കളെ? ആണ്. ശരി, എങ്കിൽ അടുത്ത ചോദ്യം. യെസ്, നെക്സ്റ്റ് വൺ. ഇതിനൊരു സ്റ്റാർ കൊടുത്തേരെ, ഇത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോണം. ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേക സ്റ്റാർ കൊടുത്തേരെ. ചോദ്യം ഇതാണ്: 4, 8, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. അതിൻ്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേരെ വരാറുണ്ട്. 4, 8, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതിൻ്റെ LCM. നമുക്ക് വേണ്ടത് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. അതായത് 4 കൊണ്ടും 8 കൊണ്ടും 12 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ കാണണം. യെസ് മക്കളെ, ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് ഈ ക്വസ്റ്റിന് പ്രത്യേകം നോട്ട് ചെയ്യുക, സ്റ്റാർ ഇടുക, ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 4നെയും 8നെയും 12നെയും ഫാക്ടറൈസ് ചെയ്യുക. റെഡിയല്ലേ? 2 വെച്ച് ചെയ്യാമല്ലോ. 2 തവണ 4 തവണ 6 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാമല്ലോ. യെസ്, 2 തവണ 2 വെച്ച് 1 തവണ 2 തവണ 3 തവണ. ഇനി പറ്റുമോ? ഇനി പറ്റില്ല. അപ്പം ഇങ്ങനെ എടുത്തെഴുതുക. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇതിനെയൊക്കെ പെയറാക്കണം. ഇതൊരു പെയറല്ലേ മക്കളെ 2ൻ്റെ? ഇവിടെ 2 ഒരെണ്ണേ ഉള്ളൂ, പെയറാക്കാൻ ഇൻറ്റു ഒരു 2 ചെയ്തു. 3 ഒരെണ്ണേ ഉള്ളൂ, പെയറാക്കാൻ ഇൻറ്റു ഒരു 3 ചെയ്തു. 1 ഒരെണ്ണേ ഉള്ളൂ, പെയറാക്കാൻ ഇൻറ്റു ഒരു 1 ചെയ്തു. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കറിയാം. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട് കിടക്കുന്നതിനെ പെയറാക്കി. ഇവിടെ 2 2 ഉണ്ട്, പെയറാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ 2 ഒറ്റയേ ഉള്ളൂ, പെയറാക്കുക ഇൻറ്റു 2 ചെയ്തു. 3 ഒറ്റയേ ഉള്ളൂ, പെയറാക്കുക ഇൻറ്റു 3 ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും മക്കളെ നമ്മുടെ ഉത്തരം. അതായത് 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. 4 ഇൻറ്റു 4 ഇൻറ്റു 9 144 എന്ന് കിട്ടും. അപ്പം എനിക്ക് മനസ്സിലായി 4, 8, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗസംഖ്യ 144. അപ്പോൾ പൂർണ്ണ വർഗസംഖ്യ ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണ വർഗസംഖ്യ എന്ന് ചോദിക്കും. ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചാൽ ചെയ്യേണ്ടത് ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് പെയറാക്കുക. പെയറാവാൻ കുറവുള്ളത് അതിനെ പെയറാക്കാൻ, ഇവിടെ പെയറാവാൻ ഒരു 2ൻ്റെ കുറവുണ്ട്, ഇൻറ്റു 2 ചെയ്തു. ഇവിടെ പെയറാവാൻ ഇൻറ്റു ഒരു 3ൻ്റെ കുറവുണ്ട്, ഇൻറ്റു 3 ചെയ്തു. എന്നിട്ട് ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിച്ചു. സോ ആൻസർ 144 എന്ന് വന്നു. ഓപ്ഷൻ 144 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ചെയ്തത് പക്കയാണോ മക്കളെ? ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം ഇവിടെ ചെയ്യാം. 15, 30, 60 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗസംഖ്യ. മുമ്പത്തെ അതേ മോഡലാണ്. അതിൻ്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് വേറൊന്നുമില്ല. 15, 30, 60 ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇങ്ങനെ ഘടകക്രിയ ചെയ്യണം. ഓക്കെ, 5 വെച്ച് ചെയ്യാം. 3 തവണ 6 തവണ ഇത് 12 തവണ. ശരിയല്ലേ? വീണ്ടും 3 വെച്ച് ചെയ്യാം. ആണോ? 3 വെച്ച് 1 തവണ 2 തവണ ഇത് 4 തവണ. ഇനി 2 വെച്ച് ചെയ്യാമല്ലോ. 2 വെച്ച് ചെയ്യുമ്പം 1 തവണ 1 തവണ 2 തവണ. ഇനി നമുക്ക് പെയറാക്കാം. ദേ 2കൾ 2 ഉണ്ട്, അപ്പോൾ അത് പെയറാണ്. 1കൾ 2 ഉണ്ട്, അത് പെയറാണ്. 3 പെയറാക്കാൻ ഇൻറ്റു 3 ചെയ്യണം. 5 പെയറാക്കാൻ ഇൻറ്റു 5 ചെയ്യണം. അപ്പം 5 ഇൻറ്റു 5 5 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 3 3 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 2 2 സ്ക്വയർ ഉത്തരം വരും അല്ലേ? 25 ഇൻറ്റു 9 ഇൻറ്റു 4 ഗുണിക്കുമ്പം 900 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി 15 കൊണ്ടും 30 കൊണ്ടും 60 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ 900 ആണ്. ഓക്കെ ആണോ ചെയ്തത്? അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ചെയ്ത രീതി മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോണം നമ്മളിത്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഒന്നുമില്ല, ഈ ലാസ്റ്റ് ചെയ്ത 2 ടൈപ്പ് ശ്രദ്ധിച്ച് 4, 8, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണവർഗ സംഖ്യ ചോദിക്കും. ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ അതിനെ ഫാക്ടറൈസ് ചെയ്യണം.
എന്നിട്ട് പെയർ അല്ലാത്തതിനെല്ലാം പെയർ ആക്കാൻ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക, അതെല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. ഇവിടെ ഇത് ഓൾറെഡി പെയർ ആയിരുന്നു, ഇത് പെയർ അല്ല പെയർ ആക്കുക ഇൻറ്റു ചെയ്തു, ഇത് പെയർ അല്ല പെയർ ആക്കുക ഇൻറ്റു 3 ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് ഗുണിക്കണം. അതായിരിക്കും ഇതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ. അതേ മോഡൽ ഒരു ചോദ്യം കൂടെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഇവിടെ 15, 30, 60 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ ചോദിച്ചേ, ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ 5 ഒറ്റയ്ക്കേ ഉള്ളൂ, പെയറാക്കുക ഇൻറ്റു 5 ചെയ്തു. 3 ഒറ്റയ്ക്കേ ഉള്ളൂ, പെയറാക്കുക ഇൻറ്റു 3 ചെയ്തു. 2 ഇൻറ്റു 2, 2 രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ അത് പെയറാണ്. എന്നിട്ട് ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ നമ്മൾ ഗുണിച്ചു 900 കിട്ടി. ഇത് രണ്ടും ശ്രദ്ധിക്കുക. പിന്നെ അതിന് മുന്നേ ചെയ്ത ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്നാണ്. ഒന്നും കൂടെ ക്ലാസ് ശ്രദ്ധിച്ച് കണ്ട് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണേ, കേട്ടല്ലോ? ശരി, അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായും കമൻ്റായും രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഏത് അഭിപ്രായങ്ങളാണെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട മക്കളെ. താങ്ക് യു.